സിവിൽ എഞ്ചിനീയറിംഗ് ഗേറ്റ് 2026 കേരള സെൻറ്ററിലെ ഫസ്റ്റ് 3 ടോപ്പേഴ്സാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത്. ശ്രീനന്ദ് രമേശ് ഓൾ ഇന്ത്യ റാങ്ക് 139, അർജുൻ റാങ്ക് 287 ആൻഡ് ഹരികൃഷ്ണ റാങ്ക് 457. ഇവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അടിപൊളി റാങ്ക് ആണല്ലോ കിട്ടിയിട്ടുള്ളത്. എന്തായിരുന്നു ഈ റാങ്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീലിങ്സ്? വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് നടത്തുന്നതുകൊണ്ട് ഏകദേശമൊക്കെ എല്ലാവർക്കും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയി. എല്ലാവരും ഹാപ്പിയായി. നിങ്ങളുടെ എനിക്ക് ഇത്ര പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ വന്ന് ഇവിടെ സാറിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട്. ഇവിടെ സാറ് ടെസ്റ്റ് ഈ എക്സാം ഒക്കെ വെക്കും, മോക്ക് ടെസ്റ്റ് ഒക്കെ മെയിനായിട്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഓക്കെ, ഇദ്ദേഹത്തിനോ? ഇവിടെ കോച്ചിങ് ചെയ്യുമ്പം ഇത്ര വലിയ റാങ്ക് കിട്ടുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. PSU കമ്പനികളിൽ ജോബ് ലഭിക്കാനും അതുപോലെ തന്നെ ടോപ്പ് IIT-യിൽ MTech അഡ്മിഷൻ ലഭിക്കുമല്ലോ. അപ്പോൾ അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ARC-യിൽ ഉണ്ടായിരുന്ന ക്ലാസ്സസ്, അതുപോലെ ഫാക്കൽറ്റീസ്? ഇതൊക്കെയാണ് അടുത്തായിട്ട് ചോദിക്കാനുള്ളത്. പുറത്തുനിന്ന് വരുന്ന ഫാക്കൽറ്റീസ് ആണ്. പിന്നെ ഹൈദരാബാദ്, ഡൽഹി, അങ്ങനെ ഇന്ത്യ മൊത്തം കറങ്ങി ക്ലാസ് എടുത്ത നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് തന്നെ എല്ലാ കൺസെപ്റ്റ്സും നല്ല ക്ലിയർ ആയി തന്നെ നമുക്ക് കിട്ടും. വേറെ പുറത്തുനിന്ന് അധികം നോട്ടൊന്നും അങ്ങനെ റെഫർ ചെയ്യേണ്ടി വന്നില്ല. എക്സാംസ് തന്നെ എഴുതേണ്ടി വന്നുള്ളൂ. നോട്ടൊക്കെ ഇവിടുന്ന് തരുന്ന നോട്ട് തന്നെ അത്യാവശ്യം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഇടയിലൊക്കെ ഏതൊക്കെയോ 2 വട്ടറ്റം സാറുമാർ കുറച്ച് പ്രശ്നമായപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ എടുത്ത സബ്ജക്റ്റിനെ കുറച്ച് പാർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എടുത്തെന്ന് വേറെ സാറെ കൊണ്ടുവന്നിട്ട് അങ്ങനെ. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഗേറ്റ് കോച്ചിങ്ങിന് ARC തന്നെ തിരഞ്ഞെടുക്കാനുള്ള റീസൺ? ഇത് വേറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തരുന്ന പോലെ അത്ര പരസ്യങ്ങളൊന്നുമില്ല ഇവിടെ ആർക്കിൻ്റെ. അപ്പോൾ ഞങ്ങൾ സീനിയേഴ്സിൻ്റെ വഴിയാണ് മെയിനായിട്ട് അറിഞ്ഞത് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണ്. അങ്ങനെയൊക്കെ സീനിയേഴ്സിൻ്റെ റാങ്കും അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെയാണ് എല്ലാ കൊല്ലം കേരള ടോപ്പേഴ്സ് ARC തന്നെയാണ്. അപ്പോൾ ചൂസ് ചെയ്തു. പിന്നെ ഹൈദരാബാദ് പോയാലും നമ്മളിപ്പോൾ ഒരു 2 മാസം അവിടെ സെറ്റിൽ ചെയ്യാൻ തന്നെ എടുക്കും. അപ്പം ആ ഒരു സമയം കുറേ പ്രിപ്പറേഷന് വേസ്റ്റ് ആകും. അപ്പം കേരളത്തിൽ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കോച്ചിങ് കിട്ടുമ്പം അതായിരിക്കും ബെറ്റർ. ഇത് പറഞ്ഞ തന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് സീനിയേഴ്സ് തന്നെയാണ്. കുറച്ച് പേരുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു അനന്ത് പറഞ്ഞൊരു സീനിയർ ഉണ്ട് സിവിലിലെ, മൂപ്പര് റെക്കമെൻഡ് ചെയ്താണ്. മൂപ്പര് ഇതേമാതിരി ബിടെക് അങ്ങനെ ഇതൊന്നും ഇല്ലാണ്ട് വന്നാന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അടിപൊളി റാങ്കായിട്ട് പോകാൻ പറ്റി. പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം ARC-യിൽ എങ്ങനെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? പഠിക്കാൻ ഇതിപ്പം ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും നമുക്ക് ഇങ്ങനെ മോക്ക് ടെസ്റ്റ് നടത്തും, സബ്ജക്റ്റ് വൈസും പിന്നെ മൾട്ടിപ്പിൾ സബ്ജക്റ്റ് വൈസും. പിന്നെ അവസാനം ഒരു 10-15ഓളം ഫുൾ മോക്ക് ടെസ്റ്റ് നടത്തി. അപ്പോൾ അതിലെല്ലാം നമുക്ക് മാർക്ക് കുറവാണോ കൂടുതലാണോ എന്നല്ലാതെ ആ ഒരു എക്സ്പോഷർ നല്ലോണം കിട്ടും. അതിനാണ് മെയിൻ. അതല്ലാതെ മെയിനായിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാം, 9 വരെ ഇവിടെ ഇരുന്ന് പഠിക്കാം. അപ്പോൾ പിന്നെ എല്ലാവരും ഗ്രൂപ്പ് സ്റ്റഡി ആയിരിക്കും. ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്ലാസ് ഒരു 5 മണി കഴിയുമ്പോൾ കഴിയും. അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റഡി ആയിരിക്കും. അപ്പോൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുമ്പം കുറേയൊക്കെ സാറും ഇവിടെ ഉണ്ടാവും 9 വരെ. അത് ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് അതുകൊണ്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ സുഖമായിരുന്നു അല്ലേ? ഓക്കെ, ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യാനും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ. ഗേറ്റ് കോച്ചിങ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നല്ലൊരു ഡിസിഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ലൊരു ഡിസിഷനാണെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ലൈഫ് സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ അച്ചീവ്മെൻറ്റിന് ഇത് അങ്ങനെയല്ലെങ്കിൽ നല്ല റാങ്ക് കിട്ടി തന്നെ. എനിക്ക് ആദ്യത്തെ ബിടെക്കൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ടെക്നിക്കലി അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ബിടെക്കിൽ എനിക്ക് സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ക്ലിയറായി. പിന്നെ ഇതപ്പം റാങ്ക് കിട്ടി, ഞാൻ ഹാപ്പിയാണ്. ഞാനും ആദ്യം പ്ലേസ്മെന്റ് ആയിരുന്നു ആദ്യം നോക്കിയിരുന്നത്, വിചാരിച്ചത്. അന്ന് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഗേറ്റിലേക്ക് വന്നത്. ഇപ്പം ആലോചിക്കുമ്പോൾ അവരൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഈ പ്ലേസ്മെന്റ് ദുബായിൽ അങ്ങനെ കിട്ടിയിട്ട്. അപ്പം ഇത് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ. പ്ലേസ്മെന്റ് ഫൈനൽ സ്റ്റേജ് എത്തിയാണ്. ഞാൻ പിന്നെ അത് വേണ്ട ഗേറ്റ് കോച്ചിങ് എടുത്ത തീരുമാനം ഇപ്പം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ബിടെക് കഴിഞ്ഞതിന് ശേഷം ലഭ്യമായ നോളജ്, ഗേറ്റ് കോച്ചിങ് കഴിഞ്ഞതിന് ശേഷം ലഭ്യമായ നോളജ് തമ്മിൽ വലിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാൻ മെയിനായിട്ട് എനിക്ക് അറിയില്ല കോർ നോളജ്. അപ്പം ഒരു ഇൻ്റർവ്യൂക്ക് ഇരിക്കണേ തന്നെ ഒരു കോർ നോളജ് വേണമല്ലോ. ആ ഒരു ഇതിലാണ് ഗേറ്റിന് വന്ന് ചേർന്നത്. അപ്പോൾ എനിക്ക് കോർ നോളജ് മാത്രമല്ല നല്ല റാങ്ക് വരെ കിട്ടി. നല്ല മാറ്റമുണ്ട്. നല്ല ഹാപ്പി. അതിന് ഒരു ടോപ്പിക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണം. മറ്റേ സാധാ ബിടെക് ചെയ്യുമ്പോൾ ഇത്ര ഡീപ്പായിട്ടോ വേറെയാണ്. കുറച്ചും കൂടെ കൺസെപ്റ്റ് മനസ്സിലാക്കി അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞാലും മറന്നുപോകില്ല. അത്യാവശ്യം ഉപയോഗമായിരിക്കും ഇന്റർവ്യൂ ഒക്കെ ഇരിക്കുമ്പോൾ. ബിടെക് നമ്മളധികം പഠിക്കുമല്ലോ, എക്സാമിൻ്റെ തലേന്ന് മറന്ന് പഠിക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ ഇവിടെ വന്നപ്പം
ആ കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയപ്പോ ഇപ്പൊ എത്ര മാസം കഴിഞ്ഞാലും അത് മറക്കൂലെന്ന്. കറക്റ്റ് ബേസ് ഫൗണ്ടേഷൻ വന്നപ്പോ നമ്മള് പഠിച്ചെടുക്കല്ലേ. അപ്പൊ ഫൗണ്ടേഷൻ കറക്റ്റ് ആകുമ്പോ തന്നെ ബാക്കിയെല്ലാം നോർമലി വന്നോളൂ. ഗേറ്റ് കോച്ചിങ്ങിന് ശേഷം നിങ്ങൾക്ക് പല എക്സാമുകൾ ഉണ്ടല്ലോ. ഇപ്പം കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ, SSC, RRB എക്സാമുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ? നല്ല കോൺഫിഡൻ്റ് ആണ്. ഈ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പം എന്താണ് നിങ്ങളുടെ ജൂനിയേഴ്സിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്, അവർക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇങ്ങനെ ഒരു കോച്ചിങ് ചേരുകയാണെങ്കിൽ അധികം ലീവ് എടുക്കാണ്ട് വരിക, നോട്ട് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സാറുമാരായിട്ട് ക്ലിയർ ചെയ്യുക, അല്ലാതെ ഉള്ളിൽ വെച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് തരും, ഒരു മടിയും കൂടാതെ തന്നെ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിരിക്കും. മെയിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യണം, അത് മെയിനാണ്. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി. എനിക്കിവിടെ വന്നപ്പം ഫസ്റ്റ് 2 weeks ഒക്കെ ഒന്ന് സെറ്റ് റെഡി, കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് അത് നോക്കണം. എന്ന് വെച്ചാൽ ബിടെക് നമ്മൾ അത്രയും കളിച്ച് വരിക. പിന്നെ ഇവിടെ ഫുൾ ക്ലാസ് ആണ്. അത് പിന്നെ സാർ ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുപോയി ഓരോ ക്ലാസ് ആയിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം മെയിനായിട്ട്. ബിരിയാണിക്ക് നല്ല എഫേർട്ട് തന്നെ ഇടണം. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സജി സാർ ഭയങ്കര ഗൈഡൻസ് ആണ്. ഇപ്പം നോർമലി ഗേറ്റിന്റെ എന്തെങ്കിലും ആണെങ്കിലും അല്ലാത്ത എന്ത് പ്രശ്നമാണെങ്കിലും സാർ എന്തായാലും അതിന് സൊല്യൂഷൻ ഉണ്ടാവും. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും എല്ലാം ഭയങ്കര സപ്പോർട്ട്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.